Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റമളാൻ മജ്ലിസിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഷിറിൻ ഷബീർ. രത്നക്കല്ലായി റബ്ബ് കുമ്പിട്ടെടുത്തല്ലോ നിലത്തുറ്റിയ എൻ ഖേദത്തിൻ കണ്ണീർത്തുള്ളിയെ. പ്രശസ്ത കവി അല്ലാമ ഇഖ്ബാലിന്റെ വരികളാണിവ. റബ്ബിനോടുള്ള പ്രണയത്തെയും അർപ്പണബോധത്തെയും കുറിച്ചുള്ള വരികളിൽ ദൈവം തന്റെ അടിമയെ അത്യധികം ആദരിക്കുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന വരികളാണിവ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താൽക്കാലിക സമയത്തേക്ക് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് ദൈവത്തോടുള്ള അർപ്പണബോധം പരീക്ഷിക്കപ്പെടുന്ന മാസമാണ് റമളാൻ. തിരക്കുപിടിച്ച ചുറ്റുപാടുകളും മനസ്സിനെയും ശരീരത്തെയും മയക്കുന്ന പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ കാലയളവിൽ സംഭവിച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുന്നിൽ പൊഴിക്കുന്ന എണ്ണമറ്റ കണ്ണീർത്തുള്ളികളാണ് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ. പാപമോചനത്തിനായുള്ള കണ്ണീർത്തുള്ളികളെ ആദരണീയനായ റബ്ബ് രത്നക്കല്ലുകളാക്കിയാണ് തിരിച്ചെടുക്കുന്നത്. ചെയ്യുന്ന നന്മകൾക്ക് പരിധികൾക്കതീതമായി പ്രതിഫലം ലഭിക്കുന്ന മനോഹരമായ മഴക്കാലമാണ് റമളാൻ. ഈ മഴയിൽ ഏതൊക്കെ അളവിലാണ് വെള്ളം ശേഖരിച്ചു വെക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികളാണ്. കൈക്കുമ്പിളിൽ ശേഖരിക്കുന്നവനും വലിയ ഭരണികളിൽ സൂക്ഷിച്ചു വെക്കുന്നവനും തുല്യമായാണ് ഈ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും കാലത്തേക്കുള്ള വിശ്വാസിയുടെ ഊർജമാണ് ഇത്. വിശുദ്ധ ഖുർആൻ സൂറ അൽ സുമറിൽ പറയുന്നത് ഇപ്രകാരമാണ്: പറയുക, എന്റെ ഭക്തരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുവിൻ. ഈ ലോകത്ത് നല്ലത് പ്രവർത്തിച്ചാൽ അവർക്കതിൽ നന്മയുണ്ട്. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ക്ഷമയുള്ളവർക്ക് അവരുടെ പ്രതിഫലം അളവില്ലാതെ നൽകപ്പെടും. അതെ, ദൈവം മനുഷ്യരോട് അത്രമേൽ കാരുണ്യവാനാണ്. ആത്മശുദ്ധിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും 30ഓളം ദിനരാത്രങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഒരു വിശ്വാസി തീർച്ചയായും പുതുമഴയിൽ മുളച്ചു വരുന്ന ഒരു ചെറുനാമ്പ് പോലെ മനോഹരമായിരിക്കേണ്ടതുണ്ട്. ചുറ്റുമുള്ള സഹജീവികളോട് സ്നേഹവും സഹാനുഭൂതിയും വർദ്ധിക്കുകയും അവശത അനുഭവിക്കുന്നവരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനുമുള്ള മനോഗതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ആഡംബരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന റമളാൻ ആവശ്യക്കാരിലേക്ക് കൈകൾ നീട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സക്കാത്ത്, സ്വതക്ക പോലുള്ള സംവിധാനങ്ങളിലൂടെ സാമുദായിക സാമ്പത്തിക സുസ്ഥിതി മെച്ചപ്പെടുത്താനും നമ്മുടെ സമ്പത്തിനെ ശുദ്ധിയാക്കാനും റമളാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന്റെ ബാഹ്യമായ സംസ്കരണം കൂടിയാണ് നോമ്പിലൂടെ സാധ്യമാവുന്നത്. ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ആത്മനിയന്ത്രണം എന്നതാണ് നോമ്പിലൂടെ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും മഹത്തായ ഗുണം. കോപത്തെ നിയന്ത്രിക്കാനും വഴക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രത്യേകം ഖുർആൻ വിശ്വാസിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു റമളാൻ കാലഘട്ടത്തിൽ ജീവിക്കാനും നോമ്പുകളെടുക്കാനും ഭാഗ്യം ലഭിച്ച ഒരു വിശ്വാസി മനുഷ്യ സഹജമായ വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് മുക്തമായിരിക്കാൻ പരമാവധി ശ്രമിക്കും. ദേഷ്യം, അസൂയ, അസഹിഷ്ണുത തുടങ്ങിയ ദുഷ്പ്രവണതകൾ ഒഴിവാക്കി സത്യസന്ധതയുടെയും സഹവർത്തിത്വത്തിന്റെയും പാത പിന്തുടരാൻ നോമ്പുകാരന് കഴിയേണ്ടതുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഖുർആൻ വാക്യമാണ് എല്ലാ സമയത്തും വിശ്വാസിയുടെ മുദ്രാവാക്യം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു ചരിത്ര കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ പൊതുവിൽ നന്മയെപ്പറ്റിയാണ് കൂടുതലായും ചോദിക്കാറുള്ളത്. പക്ഷേ ഞാൻ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി തിന്മകളെക്കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളത്. ഈ റമളാനിലുടനീളം നമുക്ക് ആലോചിക്കാനും പ്രാവർത്തികമാക്കാനും തുടർന്നു പോവാനുമുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ഇതുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും നന്മകളിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള, നമ്മൾ മറവിക്ക് വിട്ടുകൊടുത്ത് അശ്രദ്ധയിലാക്കിവിട്ട, അറിവില്ലാത്ത എത്രയോ തിന്മകൾ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകളെ കൂടി നമ്മുടെ ഭാഗവാക്കായിട്ടുള്ള തിന്മകൾ സ്വാധീനിച്ചേക്കാം. ഈ റമളാനിൽ നന്മകൾ വാരിക്കൂട്ടുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടിയാവട്ടെ. തീർച്ചയായും റമളാനിന്റെ ചൈതന്യം നമ്മളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Ramadan Majlis.